വീഡിയോ നമ്പർ 15 നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. എന്താണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ പർട്ടിക്കുലറുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ dy/dx പ്ലസ് y = e⁻²x ഇതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് റൈറ്റ് ഹാൻഡ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വലത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? e⁻²x ഇതിൻ്റെ ഓപ്പറേറ്റർ d²+1 ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പർട്ടിക്കുലറിൽ കാണും. അപ്പോൾ വലത്തെ സൈഡിൽ എന്തൊക്കെ വരാറുണ്ട് സാധാരണ? ഒന്ന് e⁻ax വരാറുണ്ട്, ഇവിടെ വന്ന പോലെ. അല്ലെങ്കിൽ sin ax വരാറുണ്ട്. അല്ലെങ്കിൽ വലത്തെ സൈഡിൽ വരുന്നത് cos ax ആണ്. അല്ലെങ്കിൽ വലത്തെ സൈഡിൽ വരുന്നത് എന്തെങ്കിലും എക്സിൻ്റെ റേസ് ടു ഫംഗ്ഷൻ ടൈപ്പ്. അല്ലെങ്കിൽ വലത്തെ സൈഡിൽ വരുന്നത് ഒരു e⁻ax ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ടൈപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് മെത്തേഡ് ഉണ്ട്. സാധാരണ നമ്മൾ മെത്തേഡ് പഠിച്ചു വെച്ചിട്ടുണ്ട് അത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതല്ലാതെ വലത്തെ സൈഡിൽ ഇവിടെ വലത്തെ സൈഡിൽ ഇക്കൂട്ടരൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു പ്രോബ്ലം ഞാൻ പറയാം. d²y/dx² പ്ലസ് y = sec x. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സാധനം ഒരു ബന്ധമില്ലാത്ത സാധനം ഇപ്പം വലത്തെ സൈഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, sec x എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ആ ഫോർമാറ്റിലൊരു സാധനം വലത്തെ സൈഡിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്ന ട്രിക്ക് ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുന്നത്? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണും. അത് കാണാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്ന് നിങ്ങൾ 2 ഇൻ്റഗ്രൽ വരയ്ക്കുക. 2 ഇൻ്റഗ്രൽ ഇങ്ങനെ എഴുതുക. ഈ വലത്തെ സൈഡിൽ കാണുന്ന ഈ ഫംഗ്ഷനെ ജനറലായിട്ട് നമ്മൾ r(x) എന്നാണ് പറയുക. എന്താ വിളിക്കുക? ഇപ്പോൾ sec x അല്ലേ ഇവിടെ വന്ന്, അതിന് പകരം ഇവിടെ ജനറലായിട്ട് നമുക്ക് r(x) എന്ന് വിളിക്കുക. റോൺസ്കി എന്ന് പറയുന്ന സാധനം ഉണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. റോൺസ്കിയെ നമ്മൾ w എന്ന് വിളിക്കുക. നിങ്ങൾ 2 ഇൻ്റഗ്രൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു വര ഇങ്ങനെ വരിക. ഇതിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില്ലേ, ഇതിന് 2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് y1 ആണ്, മറ്റേത് y2. ഇതിൻ്റെ 2 സൊല്യൂഷൻസ് ആണെന്ത്? y1 ഉം y2. പിന്നെ ഈ ഡിഫറൻഷിയേഷൻ റോൺസ്കിയനാണ് w. പിന്നെ ഈ വലത്തെ സൈഡിലുള്ള ഈ സാധനത്തിൻ്റെ പേര് r(x) എന്നുമാണെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ 2 ഇൻ്റഗ്രൽ ഇങ്ങനെ വരയ്ക്കുക, പ്ലസ് ചിഹ്നം ഇടുക, ഇവിടെ 2 വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ y1 എഴുതുക, ഇതിൻ്റെ പുറത്ത് y2 എന്ന് എഴുതുക. ഇവിടെ y1, ഇവിടെ y2. ഉള്ളിൽ ഇവിടെ ഫസ്റ്റ് y1 y2 ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നെഗറ്റീവ് ഇട്ടോളെ. നെഗറ്റീവ് y1 ആണ്, മറ്റേത് y2. ഇവിടെ അടിയിൽ w എന്നിട്ടേക്ക്. 2ൻ്റെ അടിയിൽ എന്താ? w. അപ്പോൾ ഞാൻ ഇത്ര ചെയ്തിട്ട് 2 ഇൻ്റഗ്രൽ ഒരു പ്ലസ് ഇടുക. ഇവിടെ നെഗറ്റീവ് y1, ഇവിടെ y2. ഇവിടെ ഞങ്ങൾ എഴുതേണ്ടത് y1 കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റഗ്രലിനകത്ത് വരാൻ സാധ്യത y2 ഈ സാധനത്തിന് r(x). y2 r. ഇവിടെ y2 പുറത്തിട്ടില്ലേ, ഇനി വരാൻ സാധ്യത y1 ആണ്. y1 r. r എന്ന് പറഞ്ഞാൽ r(x) ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ 2 ഇൻ്റഗ്രൽ ഇങ്ങനെ ഇടുക, 2 വര ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ w എന്ന് എഴുതി വെക്കുക. അത് എളുപ്പത്തിൽ കഴിയുന്നല്ലേ. പുറത്ത് ഇവിടെ -y1 ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് y2. ഇവിടെ y2 എന്ന് പുറത്തിട്ടിട്ടുണ്ട്, ഇവിടെ y1. ഇതിൻ്റെ കൂടെ ഉള്ളിൽ ഒരു ആറും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. 6 എന്ന് പറഞ്ഞാൽ ആരാ? 6 എന്ന് പറഞ്ഞാൽ ഈ സാധനം. ഇതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ബൈ ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഇനി ഈ w എന്താണെന്നോ r എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ വലത്തെ സൈഡാണ് r, ഇവിടെ sec x ആണ് r. y1 y2 എങ്ങനെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പം പറയാം. അപ്പം നമ്മളെ ഡിഫറൻഷിയേഷൻ നമ്മൾ എടുക്കുക. നമ്മുടെ ഡിഫറൻഷിയേഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ഡിഫറൻഷിയേഷൻ. ഇപ്പോൾ എന്താ y1 y2 എന്നൊക്കെ ഞാൻ പറയാമല്ലോ, നോക്കിക്കോളെ. d²y/dx² പ്ലസ് y = sec x. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? r(x). അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഴയതുപോലെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന് നമുക്ക് d²+1 × y = sec x എന്ന് എഴുതാം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡിൻ്റെ സാധനം. അപ്പോൾ d = m കൊടുക്കുക. അവിടെ m²+1 = എന്ത് വരും? 0 വരും. m² = -1. m ± i. അങ്ങനെ ± i വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക? m ± i നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക.
എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ അല്ലേ. ദാറ്റ് മീൻസ് ദിസ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇ റേസ് ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ ആൽഫ 0 ബീറ്റ 1. അപ്പോൾ ഇ റേസ് C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് 0 1 ആണ്. അതുകൊണ്ട് ഈ സാധനം മാത്രമേ ഉണ്ടാവും. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. ദിസ് ഈസ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനിൽ ഇവിടെ കാണുന്ന ഈ സാധനം ഇല്ലേ, ഈ കോസ് എക്സ് എന്ന് പറയുന്ന സാധനം, ഇവിടെ കാണുന്ന സൈൻ എക്സ് ഇല്ലേ, ഇതിനെ ഞാൻ y1 എന്ന് വിളിക്കുക, ഈ സാധനത്തിന് എന്ത് വിളിക്കുക? y2. ഇനി ഇത് സൊല്യൂഷനാണ്, ഇതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എന്ന് പറയും കോസ് എക്സും സൈൻ എക്സും. ഇതിൻ്റെ റോൺസ്കി എന്ന് പറഞ്ഞാൽ ഈ y1 y2 എന്ന് പറഞ്ഞ സൊല്യൂഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ്റെ റോൺസ്കിയൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ രണ്ട് വര വരയ്ക്കുക, ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. ഇതിൻ്റെ y1 ഇവിടെ എഴുതുക, y2 ഇവിടെ എഴുതുക. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എഴുതുക, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക. y1 y2 എഴുതുക, y1 ഡാഷ് y2 എഴുതുക. ഇത്രയേ ഉള്ളൂ. y1 എത്രയാ? കോസ് എക്സ്. y2 എത്രയാ? സൈൻ എക്സ്. ഇവിടെ എഴുതുക, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. y1 y2 നമ്മൾ കോസ് എക്സ് എന്നല്ലേ y1 എടുത്ത്, y1 ഈക്വൽ കോസ് എക്സ്. കോസ് എക്സ് സൈൻ എക്സ്. y1 ഡെറിവേറ്റീവ് y1 ഡാഷ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാ? കോസ് എക്സ്. ഇത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ ഇത് മൈനസ് ചെയ്താൽ മതി. കോസ് സ്ക്വയർ എക്സ് മൈനസ് അപ്പോൾ എത്ര വരും? കോസ് സ്ക്വയർ എക്സ് ഇത് മൈനസ് ഇതല്ലേ. ഡിറ്റർമിനൻ്റ് അറിയാലോ, ABCD. ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ് AD മൈനസ് BC. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് വരും. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വരും. എത്ര വരിക? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ റോൺസ്കിൻ എത്ര കിട്ടി? റോൺസ്കിൻ ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടിയത്? 1 ആയിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഇതിൻ്റെ എന്തൊക്കെ ആയിട്ടുണ്ട്? നമുക്ക് R ഓഫ് എക്സ് എന്താണെന്ന് അറിയാം, റോൺസ്കിയൻ എന്താണെന്ന് അറിയാം, 1 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് y1 y2 എന്താണെന്ന് അറിയാം. y1 y2 എന്ന് പറയുന്നത് ഇതാണ് y1 y2. അപ്പോൾ ഈ സാധനത്തിലൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടിട്ട് എഴുതാം. d² y ബൈ dx² പ്ലസ് y ഈസ് ഈക്വൽ ടു sec x. ഇതിൻ്റെ ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? R ഓഫ് എക്സ്. റോൺസ്കി y1 ഈക്വൽ ടു കോസ് എക്സ്, y2 ഈക്വൽ ടു സൈൻ എക്സ്. റോൺസ്കിയൻ ഓഫ് y1 y2 ഈസ് ഈക്വൽ ടു 1. റോൺസ്കിയൻ ആയി, y1 ആയി, y2 ആയി, R ഓഫ് എക്സ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത്. പർട്ടിക്കുലർ കണ്ടുപിടിക്കുക. 2 വര വരച്ച് 2 വര വരച്ച് ഇവിടെ ഒരു വര ഇവിടെ ഒരു വര, ഇവിടെ W എന്ന് എഴുതുക, ഇവിടെ W എന്ന് എഴുതുക, ഇവിടെ മൈനസ് y1 പിന്നെ ഉള്ളിൽ y2 ഇൻറ്റു R, ഇവിടെ പുറത്ത് y2 ഉള്ളിൽ y1 ഇൻറ്റു R. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെഗറ്റീവ് y1 എത്രയാ? y1 എന്നാൽ കോസ് എക്സ് ഇൻ്റഗ്രൽ ഓഫ് y2 എത്രയാ? സൈൻ എക്സ് ഇൻറ്റു R എത്രയാ? R sec x ഡിവൈഡ് ബൈ റോൺസ്കിയൻ 1 പ്ലസ് y2 എത്രയാ? y2 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻ്റഗ്രൽ y1 എത്രയാ? മൈനസ് കോസ് എക്സ് R എന്ന് പറഞ്ഞാൽ sec x ഡിവൈഡ് ബൈ 1 റോൺസ്കിയൻ 1. അപ്പോൾ ഇത്രയായി. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. നോക്കാം, ഇതിൻ്റെ ആദ്യം നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എന്താണ്? സൈൻ എക്സ് sec x അല്ലേ? സൈൻ എക്സ് ഇൻറ്റു sec x നമുക്ക് ഇങ്ങനെ ഇതാ 1 ബൈ കോസ് എക്സ് ആയിക്കൂടെ ഇൻറ്റു dx പ്ലസ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു sec x. കോസ് എക്സ് ഇൻറ്റു sec x എന്നാൽ 1 ബൈ കോസ് എക്സ് അല്ലേ? വെട്ടിപ്പോയാൽ 1 ആയി ക്യാൻസർ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 വരും. പുറത്ത് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 dx. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ഇത്ര എക്സ് വരും. അപ്പോൾ ഈ ആൻസർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ ആൻസർ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആൻസർ ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് നമുക്ക് സാധാരണ ചെയ്യേണ്ട u ഈസ് ഈക്വൽ ടു കോസ് എക്സ് അല്ലേ? du എന്ത് വരും? മൈനസ് സൈൻ എക്സ് dx. ഇപ്പോൾ മൈനസ് സൈൻ എക്സ് ഇവിടെ dx ഉണ്ട്. സൈൻ എക്സ് dx എന്ന് പറയുമ്പോൾ മൈനസ് du എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ എക്സ് dx. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് du ഇൻറ്റു 1/u എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പുറത്തെത്തുമല്ലോ, ലോഗ് യു എന്നാണ് വരിക. du ഇൻറ്റു 1/u എന്ന് പറഞ്ഞാൽ ലോഗ് യു. ലോഗ് യുവിന് നമുക്ക് നെഗറ്റീവ് ലോഗ് യുവിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് 1/u എന്ന് എഴുതാം. കാരണം ലോഗ് 1/u എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 1 മൈനസ് ലോഗ് യു അല്ലേ? ലോഗ് a ബൈ ബി തന്നെ ലോഗ് a മൈനസ് ലോഗ് ബി അല്ലേ? ലോഗ് 1 0 ആണ്.
അപ്പോൾ നമുക്ക് ലോഗ് 1/u, ലോഗരിതം ഓഫ് 1/u എത്രയാ? കോസ് എക്സ്. ലോഗ് 1/cos x എന്ന് പറഞ്ഞാൽ എത്രയാ? ലോഗ് സീക്ക് എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് കോസ് എക്സ് ഇൻറ്റു ലോഗരിതം ഓഫ് സീക്ക് എക്സ് പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട് ഇൻറ്റു എക്സ്, ഇത് എഴുതിയാൽ മതി, പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്നത്. വളരെ സിമ്പിളാണ് പ്രൊസീജിയർ. ഓക്കെ, വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ശരി, ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഇതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ 0. ദാറ്റ്സ് എം കൊടുത്താൽ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ 0, എം ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ആൽഫ പ്ലസ് 0 പ്ലസ് ഓർ മൈനസ് ഐ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ വരിക കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു C1 cos x പ്ലസ് C2 sin x വരും. C1 cos x പ്ലസ് C2. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ഇത് നമ്മൾ റോൺസ്കിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ y1 ഇതാണ്, ഇത് y2. ഇനി റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ റോൺസ്കിയൻ ഓഫ് y1 y2 ഈക്വൽ ടു ഇങ്ങനെ എഴുതുക. y1 ആദ്യം എഴുതുക, y2 ഇവിടെ എഴുതുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ റോൺസ്കിയൻ ഇത് മൈനസ് ഇത് സമത്ര ഒരു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1 എഴുതും. റോൺസ്കിയൻ 1 ആണ്. y1 y2 ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം ടാൻ എക്സ്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് രണ്ട് ഇൻ്റഗ്രൽ ഇങ്ങനെ ഇടുക. അടിയിൽ റോൺസ്കിയൻ 1 ഇട്ട് പിന്നെ പുറത്ത് മൈനസ് y1 എത്രയാണ്? കോസ് എക്സ്. y1 കോസ് എക്സ്. y2 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് നമുക്കറിയാം. സൈൻ എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ്. ആർ എത്രയാണ്? ആർ ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇനി y2 പുറത്ത് ഇൻറ്റു ഇൻ്റഗ്രൽ y1 കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഈ സാധനമായി മാറും. ഇപ്പം നെഗറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇങ്ങനെ സംഭവം ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻ്റഗ്രൽ കാണാൻ വളരെ എളുപ്പമാണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇത് വെട്ടിപ്പോയി. ഇപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് അല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ് മൈനസ് കോസ് എക്സ്. ഇത് സൈൻ എക്സ് ആണ് മൈനസ്. അപ്പോൾ ഈ ആൻസർ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതാ കംപ്ലീറ്റ് ആയതാണ് ആൻസർ. അവിടെ നമ്മൾ ഫിനിഷ് ചെയ്ത് മൈനസ് കോസ് എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് വരും. ഇതിൻ്റെ വാല്യൂ മൈനസ് കോസ് എക്സ്. ഇനി ഇൻ്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ് അല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ് ആണ് സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്. നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആയിരിക്കൂടെ? അതായത് സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എഴുതാം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ എന്താവും? ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ കോസ് എക്സും പോയാൽ ഇൻ്റഗ്രൽ കോസ് എക്സ്. ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കണം. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ കോസ് സ്ക്വയർ എക്സ്. ഇൻ്റഗ്രേഷൻ കോസ് എക്സ് അല്ലേ? ഇൻ്റഗ്രൽ 1 ബൈ കോസ് എക്സ് ആണ് ഇൻ്റഗ്രൽ സീക്ക് എക്സ്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന ലോഗരിതം ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ആണ് ലോഗരിതം ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസറുമായി. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൂടി അങ്ങ് സം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ഇതാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും എഴുതണം. ഇപ്പം കണ്ടുപിടിച്ച ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എഴുതുക. കംപ്ലീറ്റ് ആയി. ആൻസർ ഈസ് ഓവർ. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. മോഡ്യൂൾ ഫസ്റ്റ് ഈസ് ഓവർ. ഓക്കെ, മോഡ്യൂൾ 1 എല്ലാ സംഗതികളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4 ഇത് മൂന്നും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു തരാം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.